നമസ്കാരം. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന പരമ്പരയുടെ ഭാഗമായി ഞങ്ങളിന്ന് കൊല്ലങ്കോട് നിന്ന് നെല്ലിയാമ്പതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ കൊല്ലങ്കോട് നിന്ന് നെല്ലിയാമ്പതി എന്ന് പറയുന്ന ഫോറസ്റ്റ് ഏരിയയാണ്. ഈ ഫോറസ്റ്റിൻ്റെ മുകളിലേക്കാണ് പോകാനുള്ളത്. അവിടെ നമ്മളിന്നൊരു സ്റ്റേ ആണ്, ഇന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യുകയാണ്. ഈ ഫോറസ്റ്റിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വന്യമൃഗങ്ങളെ കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇന്ന് രാത്രി നെല്ലിയാമ്പതിയിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇന്ന് നെല്ലിയാമ്പതിയിലെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് പോവുകയാണ്. നെല്ലിയാമ്പതിയിലേക്ക് കയറി ഈ ഫോറസ്റ്റിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് ഈ പോത്തുണ്ടി ഡാമാണ്. ഈ ഡാമിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസകരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ മാനുകൾ ഓടുന്നത് കാണാൻ കഴിയുന്നുണ്ട്, മയിലിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫസ്റ്റ് പോയിൻ്റാണ്. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ പോയാൽ സീതാഗുണ്ട് എന്ന് പറയുന്ന വ്യൂ പോയിന്റിൽ പോകാൻ പറ്റും. മാമ്പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പിന്നെ ഓറഞ്ച് തോട്ടങ്ങളുണ്ട്. ഇതെല്ലാം ഈ കാട്ടിനുള്ളിലൂടെ പോകുമ്പോൾ കാണാൻ കഴിയും. ഭാഗ്യമുണ്ടെങ്കിൽ കുറച്ച് ആനകളെയും മറ്റ് വന്യമൃഗങ്ങളെയും കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഏതായാലും നമ്മളിതിൻ്റെ മുകളിലേക്ക് പോകാൻ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യുന്നത് അവിടെയാണ്. നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് കയറുമ്പോൾ തന്നെ ഈ വനത്തിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം ഈ വാനര കൂട്ടങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് തന്നെ സൂചിപ്പിക്കുന്നത് അവരുടെ സാമ്രാജ്യമാണ്. നമ്മൾ ഏതായാലും അവരെ ഉപദ്രവിക്കുന്നില്ല. ഞങ്ങൾ ആ സൈഡിൽ കൂടെ അങ്ങ് പോവുകയാണ്.
ഞങ്ങൾ ഇന്നലെ പോത്തുണ്ടി ഡാമിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം 25 കിലോമീറ്റർ കാടിലൂടെ മുകളിലേക്ക് വന്നതാണ്. ആ വരുന്ന വഴിയിലുള്ള കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. വെള്ളച്ചാട്ടങ്ങളും ധാരാളം കാണാൻ പറ്റും. നമ്മൾ ഇന്ന് തിരിച്ചു പോകുമ്പോൾ എടുക്കാം. കാരണം ഇന്നലെ വന്നപ്പോൾ കോടമഞ്ഞും എല്ലാം കൂടെ ആയതുകൊണ്ട് രാത്രി കുറച്ച് റിസ്കി ആയിരുന്നു അവിടെ ഇറങ്ങി നിൽക്കുന്നതുകൊണ്ടല്ലോ. അതുകൊണ്ട് തിരിച്ചിന്ന് പകലാണല്ലോ പോകുന്നത്. ഞങ്ങളിഞ്ഞ് നെല്ലിയാമ്പതിയിലെത്തി രാത്രി ഇവിടെ സ്റ്റേ ചെയ്തു. ഈ വരുന്ന വഴിയിലുള്ള കാഴ്ചകൾ വിശദീകരിക്കുന്നതിനും അപ്പുറമാണ്. കാരണം പെട്ടെന്ന് ഈ കോടമഞ്ഞിലൂടെ വന്നപ്പോൾ 2 ആനകൾ നിൽക്കുന്നു. അത് പെട്ടെന്ന് കാറുകാരൻ വെട്ടിച്ചൊക്കെ എടുത്ത് വന്നു. അതിനിടയ്ക്ക് നമുക്ക് വിഷ്വൽ എടുക്കാൻ പറ്റാതെ പോയെന്ന് വെച്ചാൽ അവിടെ നിന്ന് രക്ഷപ്പെടണോ അതാ ക്യാമറ എടുക്കണോ എന്നുള്ള ഒരു പ്രശ്നം വന്നതുകൊണ്ട് ക്യാമറ ഇതിൽ പകർത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ കോടമഞ്ഞിൻ്റെ ഇടയിലൂടെ വന്നപ്പോഴാണ് 2 ആനകൾ നിന്നത് കണ്ടത്. അപ്പോൾ ഈ സ്ഥലത്ത് വരുമ്പോൾ കുറച്ച് അഡ്വഞ്ചറും എല്ലാം ഇഷ്ടപ്പെടുന്നവർ വന്നു കഴിഞ്ഞാൽ, ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ, ഇതിൻ്റെ ടോപ്പ് എത്തിക്കഴിഞ്ഞാൽ വലിയ വലിയ ഹോട്ടൽസ് ഒന്നുമില്ല, ഹോം സ്റ്റേകളാണെല്ലാം. എന്നാലും അതിമനോഹരമായ നിങ്ങളിവിടെ കാണുന്നത് പോലെ ഇങ്ങനെ ഹോം സ്റ്റേ പോലെ കെട്ടിയിട്ടിട്ടുണ്ട് കുറേ സ്ഥലങ്ങൾ. നല്ല വൃത്തിയുള്ള നല്ല ആഹാരമൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. കാരണം ഇതിൻ്റെ അടുത്തൊന്നും റെസ്റ്റോറൻ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ കാണാവുന്ന പോലെ ഇങ്ങനെ കോട്ടേജസിൽ താമസിച്ചിട്ട് കേൾക്കുമ്പോൾ മയിലുകളുടെയൊക്കെ ശബ്ദം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. മയിലുകൾ ഇങ്ങനെ വിളിക്കുന്നത് നമുക്ക് എവിടെ വേണോ ഇങ്ങനെ കേൾക്കാൻ പറ്റും. പുതിയ നമ്മൾ കേട്ടിട്ടില്ലാത്ത തരം പക്ഷികളുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഉണ്ടെങ്കിൽ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് കാടിനുള്ളിലൂടെ ട്രക്കിങ്ങിനൊക്കെ പോകാൻ പറ്റും. ട്രക്കിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ശരിക്കും വൈൽഡ് ആനിമൽസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അവസരം കൂടിയുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ നമ്മൾ കാണാത്ത ധാരാളം സ്ഥലങ്ങളുണ്ട്, അതിമനോഹരമായ സ്ഥലങ്ങളുണ്ട്, പലപ്പോഴും പ്രൊമോട്ട് ചെയ്യപ്പെടാത്ത സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഈ യാത്രയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞങ്ങൾ നെല്ലിയാമ്പതിയിലെ പോത്തുപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാവുന്നതുപോലെ തേയിലത്തോട്ടങ്ങളാണ്. ഈ തേയിലത്തോട്ടങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ജീവിതവുമാണ് ഈ ഏരിയ മൊത്തം കാണുന്നത്. നമുക്ക് കാണാം ഇവിടെ സ്കൂളുകളുണ്ട്, ഇവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ബാക്കി സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ ഈ ഓരോ ഹബ്ബുകളായിട്ടാണ്. ഇത് പോത്തുപാറ എന്ന് പറയുന്ന ഹബ്ബാണ്. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ തേയിലത്തോട്ടങ്ങൾ ധാരാളം കാണാമെങ്കിലും ഇവിടെ ഓറഞ്ച് തോട്ടങ്ങളുണ്ട്. ഓറഞ്ച് തോട്ടം ഇങ്ങനെയുള്ള തോട്ടങ്ങളാണ് ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഈ പോത്തുപാറ ഏരിയയിലൊക്കെ കാണാൻ കഴിയുന്നത്. ഈ നെല്ലിയാമ്പതി എന്ന് പറയുന്നത് ഇത്തരം ഹോളിഡേക്ക് ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. മാത്രമല്ല ഈ താമസിക്കാനുള്ള ഹോം സ്റ്റേകൾ ധാരാളമുണ്ട്. ഇവിടുത്തെ ആൾക്കാരെല്ലാം വളരെ ഹെൽപ്ഫുള്ളാണ്. അതാണ് പ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത്. എന്ത് വേണോ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അവർ. ഫുഡ് വേണമെങ്കിൽ ഫുഡ് ഏതുതരം, ഇന്നലെ രാത്രി കഴിച്ച ഫുഡുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ചപ്പാത്തിയും കറികളും ഒക്കെയാണ് തന്നതെങ്കിലും എന്ത് പറഞ്ഞാലും അവരുണ്ടായിക്കൊണ്ടുവരും. ചില്ലി ചിക്കൻ വേണമെന്ന് എല്ലാം ചോദിക്കുകയാണ്. അപ്പോൾ എന്ത് ഫുഡ് വേണോ ഇവരിവിടെ അപ്പോഴും ഉണ്ടാക്കി തരുകയും ചെയ്യും. അങ്ങനെ ഒരു നല്ല റിലാക്സിങ് ഹോളിഡേ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല സ്ഥലമാണ് ഈ നെല്ലിയാമ്പറയിലെ പോത്തുപാറ എന്ന് പറയുന്ന സ്ഥലം. ഇത് ഏറ്റവും ഹില്ലിൻ്റെ ഏറ്റവും മുകളിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഒരു ഹോം സ്റ്റേ ആണ് കിട്ടിയത്. നമുക്ക് വെറും ഹോം സ്റ്റേ എന്ന് പറയാൻ പറ്റില്ല. നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഉള്ള ഒരു വിദേശ രാജ്യത്തിൽ വന്ന് താമസിച്ച ഒരു സുഖമാണ് നമുക്ക് കിട്ടുന്നത്. മാത്രമല്ല രാവിലെ ഉണർന്ന് പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു മയിൽ ഇങ്ങനെ പീലി വിടർത്തി നിൽക്കുന്നതാണ് ആദ്യം കാണുന്നത്. പിന്നെ കുറേ പക്ഷികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും. രാത്രി ഉണ്ടല്ലോ, ഇതിപ്പോൾ തിക്ക് ഫോറസ്റ്റാണ് ഈ കാണുന്നതുണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ ഈ ഒരു കാറ്റുണ്ടല്ലോ, ഒരു നല്ല മുഴക്കത്തോടു കൂടിയൊരു കാറ്റുണ്ട്. ഇതിങ്ങനെ നമുക്ക് ത്രൂ ഔട്ട് കേട്ടോണ്ടിരിക്കാം. നമ്മൾ ഇന്ന് ഇപ്പോൾ രാവിലെ ഇറങ്ങി വന്നപ്പോഴും ഇതിൻ്റെ ഒരു ഫീല് നമുക്ക് അത് പറഞ്ഞറിയിക്കുന്നതിനപ്പുറമാണ്. അത് വന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നെല്ലിയാമ്പതിയിലൊക്കെ വന്ന് എത്ര പേർക്ക് വരാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് കുട്ടികൾക്കെല്ലാം ഇൻട്രസ്റ്റ് ഉള്ളതാണെങ്കിൽ, ഇങ്ങനെയുള്ള കുറച്ച് അഡ്വഞ്ചറൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഇതൊരു ശരിക്കും വന്ന് വിസിറ്റ് ചെയ്ത് അനുഭവിച്ചറിയേണ്ട ഒരു സ്ഥലമാണ്.
രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അത് വീട്ടിലുണ്ടാക്കിയാണെന്ന് വിചാരിക്കുന്നത്. ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ സാമ്പാറിന് ഭയങ്കര ടേസ്റ്റായിരുന്നു. കാരണം എല്ലാ വെജിറ്റബിൾസും ഇവിടെ ഉണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറും കഴിച്ച് രാവിലെ ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഞങ്ങൾ ഈ മല കയറി വന്നപ്പോൾ അറിയാമല്ലോ, മിസ്റ്റും മഴയും ഒക്കെ ആയിരുന്നുകൊണ്ട് ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ തിരിച്ചിന്നിപ്പോൾ നമ്മൾ ഇറങ്ങി നേരെ പാലക്കാട്ടിലേക്കാണ് പോകുന്നത്. പാലക്കാട്ട് പോകുന്ന വഴിയിലുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. ഇവിടുത്തെ കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. ഇന്ന് ഏതായാലും ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഇവിടെ ഉള്ള കാഴ്ചകൾ മൊത്തം കവർ ചെയ്തിട്ടേ പോകുന്നുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. അതിനുള്ള പരിഹാരം നമ്മൾ കണ്ടുകൊള്ളാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഏതായാലും പകൽ സമയത്ത് മാക്സിമം പാലക്കാടിൻ്റെ ഭംഗി ഒപ്പിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് തീരുമാനം. ഇത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും പാലക്കാട് വിസിറ്റ് ചെയ്യും. പാലക്കാടിൻ്റെ ഈ മനോഹാരിത കണ്ട് ആസ്വദിക്കും. നെല്ലിയാമ്പതിയിൽ പല പല വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അതാണ് വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. കാരണം ഓരോ വ്യൂ പോയിൻറ്റിനും ഓരോ വ്യത്യസ്തമായ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് കേശവൻ പാറ വ്യൂ പോയിൻറ്റിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിന്നൊരു 1 കിലോമീറ്റർ അകത്തേക്ക് നടന്നു പോയി കഴിഞ്ഞാൽ കേശവൻ പാറ വ്യൂ പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയുടെ മുകളിൽ നിന്നുള്ള താഴ്വരകളും മലകളും എല്ലാം കാണാനുള്ള ഭംഗിയാണ്. ഈ അടുത്ത കാലത്തായിട്ട് ചെറുപ്പക്കാരെല്ലാം ബൈക്കിൽ വന്ന് ധാരാളം ആൾക്കാർ ഇവിടെ വരുന്നു എന്നാണ് ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇതൊരു മെയിൻ പോയിൻ്റാണ് ഇവിടെ കേശവൻ പാറ വ്യൂ പോയിൻ്റ്. രാവിലെ 8 മണി മുതൽ 4 മണി വരെയാണ് അവിടെ നമുക്ക് എൻട്രൻസ് ഉള്ളത്. 5 മണിക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങുകയും വേണം. ഇതാണ് ഇവിടുത്തെ ഈ കേശവൻ പാറ വ്യൂ പോയിൻറ്റിൽ പോകാനുള്ള ഇവിടുത്തെ ചിട്ടവട്ടങ്ങൾ. നമ്മൾ കേശവൻ പാറ വ്യൂ പോയിൻ്റിൽ നിന്ന് കുറച്ച് മുന്നിലോട്ട് വന്നപ്പോഴത്തേക്ക് കുറേ കാപ്പിത്തോട്ടങ്ങളുണ്ടായിരുന്നു, തേയിലത്തോട്ടങ്ങളുണ്ടായിരുന്നു. ആദ്യം തേയിലത്തോട്ടങ്ങളായിരുന്നു, പിന്നെ കാപ്പിത്തോട്ടങ്ങളായി. അത് കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ കുറേ ജനവാസ മേഖല വന്നു. അവിടെ വന്നപ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം എന്ന് കണ്ടത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇതിനകത്ത് കയറി. അപ്പോൾ ഇതിനകത്തും യഥാർത്ഥത്തിൽ 25 രൂപയാണ് എൻട്രി ഫീ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പോയി ഈ ഫാം കംപ്ലീറ്റ് കാണാൻ പറ്റും. ഇവർക്ക് തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് ഇവിടെ. ഓറഞ്ച് അത് എല്ലാം ജ്യൂസ് ഉണ്ടാക്കുന്ന യൂണിറ്റുകളുണ്ട്. ഇതെല്ലാം കാണാൻ പറ്റും. മറ്റൊരു പ്രത്യേകത ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ ട്രക്കിങ്ങിന് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ ധാരാളം ജീപ്പുകൾ കിടപ്പുണ്ട്. ആ ട്രക്കിങ്ങിന് പോയി കഴിഞ്ഞാൽ നമുക്ക് പല സിനിമകളിലും ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. 1.5 മണിക്കൂറാണ് ട്രക്കിങ്ങിന് എടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ട്രക്കിങ്ങും ഇതിനകവും എല്ലാം കാണാൻ വേണ്ടി ഒരു ദിവസം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നെല്ലിയാമ്പതി എന്ന് പറയുന്നത് അത്രത്തോളം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. പല പല ഡെസ്റ്റിനേഷനുകളും നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ കാണുന്ന എക്സാമ്പിൾ മൂന്നാറിൽ പോയി കാണാൻ കഴിയുന്നു. ആൾക്കാർ ടൂറിസ്റ്റുകളായിട്ട് പോകുന്നതെല്ലാം മൂന്നാറിൽ പോകുന്നു, അല്ലെങ്കിൽ കോവളത്ത് പോകുന്നു. അങ്ങനെ സെയിം സ്ഥലം റിപ്പീറ്റ് ചെയ്ത് പോകുന്നതിനേക്കാൾ എത്രയോ ഭംഗിയാണ് ഇങ്ങനെയുള്ള പുതിയ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത്.
നെല്ലിയാമ്പതിയിൽ വരുമ്പോൾ കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ സ്ഥലമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 1.5 മണിക്കൂർ ഇതിനകത്ത് കറങ്ങി നടക്കാൻ പറ്റും. എൻട്രൻസ് ഫീ 25 രൂപ മാത്രമാണ്. മാത്രമല്ല ഈ പ്രകൃതിയോട് നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റും. കാര്യം ഇത് ജസ്റ്റ് ഓർഗനൈസ് ആയിട്ടുള്ള ഒരു ഫാമിംഗ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. ഓറഞ്ച് ഫാമിൽ പോകുന്നതിന് മുമ്പ് ഇതെല്ലാം പുതിയ രീതിയിലുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള കൃഷികൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പഠിക്കാൻ പറ്റും. അതുമാത്രമല്ല ഈ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, നമ്മൾ ശരിക്കും അങ്ങ് അട്രാക്റ്റ് ചെയ്യും. ഇവിടെ വന്നു കഴിഞ്ഞാൽ 1.5 മണിക്കൂർ മിനിമം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇതിനകത്ത് വന്നപ്പോൾ ഓരോരോ പോയിൻറ്റ്സുകളുണ്ട്. നമുക്ക് ഇവിടെ ചാമ്പമരത്തണൽ എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഈ മരത്തിൻ്റെ ചുവട്ടിൽ ഇവർ തറയിലൊക്കെ ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. പിന്നെ അവിടെ ചെയർ പോലെയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് നമുക്ക് കുറച്ച് കുശലം പറയാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ചാമ്പമരത്തണൽ. ഇതേപോലെയുള്ള പല പല പോയിൻറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ നടന്നു പോകുമ്പോഴുണ്ട്. ഇതിൻ്റെ മറ്റൊരു സൗന്ദര്യം എന്ന് പറയുന്നത് ഇതെല്ലാം റിയൽ മരങ്ങളാണല്ലോ. ചാമ്പമരം ഇപ്പോൾ കണ്ടാൽ നമുക്ക് എല്ലാം ആർട്ടിഫിഷ്യലായിട്ടൊന്നും തോന്നുമെങ്കിലും പക്ഷേ ഇതെല്ലാം റിയൽ മരങ്ങളാണ്. ഇത് പൂക്കുന്ന ഒരു സമയം ഉണ്ടാകുമല്ലോ, അത് പൂക്കുന്ന സമയത്തും അതിൻ്റെ പൂമ്പൊടിയൊക്കെ വീണ് കിടക്കുന്ന കാണാനായിട്ട് അതിമനോഹരമാണെന്നാണ് പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മാത്രം ഇരുന്ന് കുറേ സമയം നമുക്ക് ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ചാമ്പമര തണൽ. വട്ടനാരകമാണ്. ഇവിടെ ഇവർ ചെയ്തിരിക്കുന്ന ബൊഗെയിൻ വില്ല എന്ന് പറയുന്ന ഒരു ചെടിയുണ്ടല്ലോ, അതിന് പൂത്ത് നിൽക്കുമ്പോഴാണ് എൻ്റെ ഒരു രസം എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ ഫ്ലവർ ടൈം അല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ വിവിധ തരം കളറുകളാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കയറി നടക്കാനുള്ള എല്ലാം നല്ല നീറ്റായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തും ഉണ്ട് ഈ ഹൈഡ്രാഞ്ചി എന്ന് പറയുന്ന ആണ്. ഇത് മൊത്തം ഇതിനും പല പല കളറുകളുണ്ടാവും. പക്ഷേ ഇത് ഒറ്റ കളറുകളൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെ പല പല ഏരിയാസ് തിരിച്ചിട്ടേ ഇവരിങ്ങനെ റിയലി വർത്താണ് ഇതിനകത്തൊന്ന് കയറി വന്ന് ഒരു 1.5 മണിക്കൂർ ചുറ്റുകയാണെങ്കിൽ. ഈ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാംസിൻ്റെ വിശേഷങ്ങൾ ഇന്നിവിടെ അവസാനിക്കുന്നില്ല. ഇതിൽ ധാരാളം സ്ഥലങ്ങൾ ഇനിയും ബാക്കി കിടക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയം കാണാവുന്നതാണ്.